ഓപ്പറേഷൻ നംഖോറിന്റെ ഭാഗമായി നടൻ ദുൽഖർ സൽമാന്റെ മൊഴി രേഖപ്പെടുത്താൻ കസ്റ്റംസ്. രജിസ്ട്രേഷൻ അടക്കം കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് സമൻസ് നൽകും. ദുൽഖർ സൽമാന്റെ ലാൻഡ് ക്രൂസർ കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മറ്റൊരാളുടെ പേരിലാണെന്ന് കസ്റ്റംസ് കണ്ടെത്തിയിരുന്നു. പൃഥ്വിരാജിന്റെ 2 കാറുകൾ കണ്ടെത്താനും ശ്രമം തുടരുകയാണ്. വാഹനക്കടത്തിൽ ഇഡിയും NIA-യും അടക്കം കൂടുതൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തും. അതേസമയം നടൻ അമിത് ചക്കാലക്കലിന് ഇടനിലക്കാരുമായി ബന്ധമുണ്ടെന്ന നിഗമനത്തിലാണ് കസ്റ്റംസ്. വാഹനത്തിന്റെ രേഖകളെല്ലാം സമർപ്പിച്ചിട്ടുണ്ടെന്ന് അമിത് റിപ്പോർട്ടറിനോട് പറഞ്ഞു. നവംബറിൽ ഓൾറെഡി ഇതേപോലെ വെഹിക്കിൾസ് വന്ന് ഡോക്യുമെന്റ്സ് എല്ലാം അന്ന് സബ്മിറ്റ് ചെയ്തിരുന്നതാണ്. ഇത് സെക്കൻഡ് ടൈമാണത്. എൻ്റെ ലാൻഡ് ക്രൂയിസർ ഒരെണ്ണമാണ്. അത് ഞാൻ തന്നെ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ചെക്ക് ചെയ്ത് 5 വർഷമായിട്ട് ഞാൻ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ വണ്ടി ഫസ്റ്റ് ഡൽഹി രജിസ്ട്രേഷൻ ആയിരുന്നു, അത് കഴിഞ്ഞ് MP രജിസ്ട്രേഷൻ ആയിരുന്നു. ഹിമാചൽ രജിസ്ട്രേഷനേ ഇല്ല. പക്ഷേ എൻ്റെ കെയർ ഓഫിൽ ആ വർക്ക്ഷോപ്പിൽ വന്ന വാഹനങ്ങളുണ്ട്, 6 വാഹനങ്ങളുണ്ട്. അതൊന്നും എൻ്റെ വാഹനങ്ങളല്ല. ഒരു 3 വാഹനം ഇവിടെ ഇന്ത്യൻ ഷോറൂമിൽ നിന്നെടുത്ത വാഹനമാണ്. ഇന്ത്യൻ ഷോറൂമിൽ നിന്നെടുത്ത് ഇന്ത്യൻ ഇൻവോയ്സ് ഉള്ള വാഹനങ്ങൾ അതിൽ 3 എണ്ണം തന്നെ. ഒറ്റ വണ്ടി ഹിമാചൽ പ്രദേശ് രജിസ്ട്രേഷൻ ഇല്ല. SS ശരൺ നമുക്കൊപ്പം. SS ശരൺ, ഭൂട്ടാനിൽ നിന്ന് കടത്തിയ വാഹനങ്ങൾ അതിനുമേൽ നടത്തിയ പരിശോധനയായിരുന്നല്ലോ ഓപ്പറേഷൻ നംഖോർ. അങ്ങനെ പിടിച്ചെടുത്ത വാഹനങ്ങളെ കുറിച്ച് അമിത് പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും അതേപടി വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ അന്വേഷണ ഏജൻസി? സുജി, അത് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും അമിത് ചക്കാലക്കൽ പറയുന്നത് ഒരു വാഹനമാണ് തൻ്റെ പേരിലുള്ളത്, മറ്റെല്ലാം വാഹനങ്ങളും സുഹൃത്തുക്കളുടെ പേരിലുള്ളതാണെന്നുള്ളതാണ്. എന്തായാലും 8 വാഹനങ്ങൾ, അമിത് ചക്കാലക്കലിൻ്റെ 8 വാഹനങ്ങൾ കേന്ദ്രീകരിച്ചാണ് കസ്റ്റംസ് അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നത്. അതിൽ തന്നെ 6 വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആ 6 വാഹനങ്ങളിൽ നിന്ന് പ്രധാനമായും, അതായത് ഇത്തരത്തിൽ 8 വാഹനങ്ങൾ ഈ ഇടനിലക്കാരിൽ നിന്ന് വാങ്ങിയെന്ന് പറയുമ്പോൾ ഇടനിലക്കാരുമായി ആ വാഹനങ്ങൾ വാങ്ങിയതിനപ്പുറമുള്ള ബന്ധം അമിത് ചക്കാലക്കലിനുണ്ടെന്നുള്ളൊരു വിലയിരുത്തലിലേക്ക്, നിഗമനത്തിലേക്ക് കസ്റ്റംസ് എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്തായാലും അത് സംബന്ധിച്ചുള്ള അന്വേഷണം കസ്റ്റംസ് ഊർജിതമാക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദുൽഖർ സൽമാന്റെ 4 വാഹനങ്ങൾ കേന്ദ്രീകരിച്ചാണ് കസ്റ്റംസിന്റെ അന്വേഷണം തുടരുന്നത്. അതിൽ 2 വാഹനങ്ങൾ ഇന്നലെ പിടിച്ചെടുത്തിരുന്നതാണ്. ഒരു വാഹനം ഡിഫൻഡറാണ്, അത് കസ്റ്റംസ് ഓഫീസിലേക്ക് കൊണ്ടുവന്നിരുന്നു. മറ്റൊരു വാഹനം ദുൽഖറിന്റെ വീട്ടിൽ കിടക്കുകയാണ്. അതായത് അവിടെ ലാൻഡ് ക്രൂസർ എന്ന വാഹനമാണ്. ആ ലാൻഡ് ക്രൂസർ വാഹനത്തെക്കുറിച്ച് ഇപ്പോൾ വലിയ ദുരൂഹത നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് കസ്റ്റംസ് പറയുന്നത്. പ്രധാനമായും അത് മറ്റൊരു ആളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.